ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കാൻ കമ്മിറ്റികളുമായി CPM. ആദ്യത്തെ ജില്ലാതല ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി കാസർഗോഡ് ജില്ലയിൽ രൂപീകരിച്ചു. ഏരിയ തലങ്ങളിൽ ക്ഷേത്ര ഭാരവാഹികളുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്തു. എല്ലാ ജില്ലകളിലും കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് തീരുമാനം. CPM നേതാവ് P. ജയരാജനാണ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റികളുടെ സംസ്ഥാനതല ചുമതല നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറൊപ്പം ചേരുന്നു. അരുൺ, വളരെ രസം തോന്നിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം വിശ്വാസങ്ങളെ എങ്ങനെയും അടിച്ചമർത്താൻ ശ്രമിക്കുക, വിശ്വാസികളെ ആക്രമിക്കുക, ആചാരലംഘനങ്ങൾ തുടരെ നടത്തുക, അതിന് പ്രേരിപ്പിക്കുക, ഇതൊക്കെ ശീലമാക്കിയ സഖാക്കൾ ഇപ്പോൾ എങ്ങനെ ക്ഷേത്രങ്ങളിൽ കയറിയിരിക്കാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാമെന്നതാണ്. മറ്റൊന്ന്, ശബരിമല നമുക്ക് മുന്നിലുണ്ടേ, കയറിയിരുന്ന ഇടങ്ങളൊക്കെ എന്താണ് സംഭവിച്ചതെന്ന കാഴ്ചയും. എന്താണ് ഈ വാർത്ത? കൃഷ്ണരാജ അശ്വതി, എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ആ 2018 സംഭവ വികാസങ്ങളാണ്. നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ് അന്ന് ഉണ്ടായ സംഭവ വികാസങ്ങൾ. ശബരിമലയുടെ ഏറ്റവും പവിത്രമായ, ഏറ്റവും പരിപാവനമായ, ഏറ്റവും പരിശുദ്ധമായ വിശ്വാസത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഏതു വിധേയരെയും ആചാരങ്ങൾ തകർത്തുകൊണ്ട് ആ ക്ഷേത്രത്തെ തകർക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തിലേക്ക്, ഭക്ത മനസ്സുകളിലേക്ക് എത്തി എന്ന് നമുക്ക് മനസ്സിലായാണ്. ശബരിമലയുടെ ആ പവിത്രത കളങ്കപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട്, സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ നീചമായ പ്രവർത്തികൾ അത് ഇന്നും കൃത്യമായി തന്നെ ഓർത്തെടുക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സമയത്ത് കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. ക്ഷേത്രങ്ങളുടെ ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കവുമായി CPM മുന്നോട്ട് പോകുന്നു. അത് നേരത്തെയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ, ആ തിരിച്ചടികളാണ് എപ്പോഴും ഈ ഒരു തിരിച്ചറിവിന് ആധാരമായി വരുന്നത്. നമുക്കറിയാം, ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വാസത്തെ കനിക്കപ്പെടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഹിന്ദുവിൻ്റെ വിശ്വാസം എവിടെയും തച്ചു തകർക്കാനുള്ള ഒരു ശ്രമങ്ങൾ, അതിന് ഏൽക്കുന്ന തിരിച്ചടി, അത് ശബരിമല വിഷയത്തിലാകട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക വിഷയങ്ങളിലാകട്ടെ, അത് CPM-നെ സംബന്ധിച്ചോളം വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ആ തിരിച്ചടിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ് ഈ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത്. ടെമ്പിൾ കമ്മിറ്റികൾ രൂപീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ആലോചിക്കുന്നത്. ഇത് ആദ്യപടിയായി കാസർഗോഡാണ് നീക്കം നടത്തിയിരിക്കുന്നത്. ആ നീക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല P. ജയരാജനാണ്. P. ജയരാജനെയാണ് സംസ്ഥാനത്ത് ഇതിന് ചുമതലയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ കമ്മിറ്റികളിൽ കൃത്യമായി തന്നെ നുഴഞ്ഞു കയറുക, അതോടൊപ്പം തന്നെ അവിടെ കൃത്യമായി ഈ ഉത്സവ ആദ്യ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നടത്താനുള്ള ആ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പ്രാദേശിക തലത്തിൽ കാസർഗോഡ് ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലൂടെ ഇത്തരത്തിലുള്ള നീക്കവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിൽ പോയാൽ വിലക്ക് ഏർപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു നടപടിയെടുക്കുന്ന, അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കുന്ന പാർട്ടിയാണ്. അതിനുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നേരത്തെയും ഇത്തരത്തിൽ രഹസ്യമായി ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റികളിൽ കൃത്യമായി സജീവമാകാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വിലപ്പോയില്ല. യഥാർത്ഥ വിശ്വാസികൾക്ക് ഇവരുടെ കപടമുഖം തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ നടന്നില്ല. എന്തായാലും ഈ വിഷയവും കൂടി അതിൽ നിന്ന് പാർട്ടി തലത്തിൽ കൃത്യമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, പ്രത്യേകിച്ച് ക്ഷേത്ര കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ CPM ലക്ഷ്യം വെക്കുന്നത്. അതിനായാണ് പുതിയൊരു സംവിധാനം ആസൂത്രണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കൃഷ്ണരാജ, അശ്വതി. ശരി.